താരതമ്യേന ചെറിയ പാർട്ടിയാണെങ്കിലും BDJS ഒരു പാർട്ടിയാണല്ലോ. പാവം തുഷാർ വെള്ളാപ്പള്ളി ചെറിയ പാർട്ടിയുടെ അധ്യക്ഷനുമാണ്. ആ പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറി എന്ന് പറയുമ്പോൾ വലിയ വിസ്ഫോടനമൊന്നും അല്ലെങ്കിലും അവർക്ക് അത് വലിയ ക്ഷീണം തന്നെയാണ്. കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് അവർ പ്രമേയം പാസ്സാക്കിയത്. എന്ത് പ്രമേയമാണ്? NDAയിൽ തുടർന്നിട്ട് ഒരു കാര്യവുമില്ല. ഒന്നുകിൽ ഇടതുമുന്നണി പോകണം, അല്ലെങ്കിൽ വലതുമുന്നണിയിൽ പോകണം. അതുകൊണ്ട് ഈ NDA ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ ഒരു വലിയ അവഗണനയാണ് നേരിടുന്നത്. ഇനി തുഷാർ വെള്ളാപ്പള്ളിയല്ല, വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞാലും ഞങ്ങളിനി ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് കോട്ടയം ജില്ലാ സമ്മേളന പ്രതിനിധികൾ പ്രമേയം പാസ്സാക്കിയത്. ഈ പ്രമേയം വലിയ വിവാദങ്ങൾക്ക് കാരണമായി, വാർത്തയായി, ചർച്ചയായി. തുഷാർ വെള്ളാപ്പള്ളി അപ്പോൾ തന്നെ അത് നിഷേധിച്ചു. ഇന്നലെ ചേർത്തലയിൽ അതിനെ അവലോകനം ചെയ്യാൻ വേണ്ടി ഒരു സംസ്ഥാന സമിതി യോഗം ചേർന്നു. ചേർത്തലയിലും ഇത് തന്നെ സ്ഥിതി. അറഞ്ചം പുറഞ്ചം തുഷാർ വെള്ളാപ്പള്ളിയെ ആളുകൾ അലക്കി തേച്ച് വെളുപ്പിച്ചു. തുഷാർ വെള്ളാപ്പള്ളിയോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് BDJS ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ആലയിൽ കൊണ്ടുപോയി തളച്ചത്? BDJSനെ എന്തിനാണ് ആ ആലയിൽ കൊണ്ടുപോയി തളച്ചത്? എന്ത് നേട്ടമാണ് കഴിഞ്ഞ 9 വർഷമായി ഈ പാർട്ടിക്ക് ലഭിച്ചത്? സ്പൈസസ് ബോർഡിൻ്റെ ചെയർമാൻഷിപ്പോ, ITDCയുടെ ചെയർമാൻഷിപ്പോ? അതുകൊണ്ട് എന്ത് നേട്ടമുണ്ടായി? ഈഴവ സമുദായത്തിന് എന്ത് നേട്ടമുണ്ടായി? അപ്പോൾ BJPക്ക് വോട്ട് കൂടി. BJPക്ക് വോട്ട് കൂടി. ഈഴവ സമുദായത്തിൻ്റെ വോട്ടാണ്, BDJSൻ്റെ വോട്ടാണ് കിട്ടിയത് എന്ന് സുരേന്ദ്രൻ എവിടെയെങ്കിലും പറഞ്ഞോ? തുഷാർ വെള്ളാപ്പള്ളിയുടെ സഹായം ലഭിച്ചുവെന്ന് മോദി എവിടെയെങ്കിലും പറഞ്ഞോ? അമിത്ഷാ എവിടെയെങ്കിലും പറഞ്ഞോ? ഇല്ല. വെള്ളാപ്പള്ളി സഹായിച്ചു എന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? വെള്ളാപ്പള്ളി വന്നത് ഞങ്ങൾക്ക് ഗുണമായെന്ന് സുരേന്ദ്രൻ എവിടെയെങ്കിലും പറഞ്ഞോ? കായംകുളത്തും ആലപ്പുഴയിലും വോട്ട് കൂടിയത് ശോഭാ സുരേന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടെന്ന് പറഞ്ഞു, അല്ലാതെ ഈഴവരുടെ വോട്ട് കൊണ്ടാണെന്ന് പറഞ്ഞോ? വയനാടിൽ വോട്ട് കൂടിയത് അവിടുത്തെ മികവ് കൊണ്ടാണെന്ന് പറഞ്ഞു, BJP പ്രവർത്തകരുടെ അണികളുടെ പ്രവർത്തനം കൊണ്ടാണെന്ന് പറഞ്ഞു, തുഷാർ വെള്ളാപ്പള്ളിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ടാണെന്ന് പറഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അത് പറഞ്ഞാൽ അവർക്ക് ചമ്മലാണ്. കാരണം എന്താണ്? കാക്കി നിക്കറും വെള്ള ഉടുപ്പ് വിട്ട് നമ്മൾ ഉലാത്തിയിട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മൾ നാരായണ ഗുരുവിൻ്റെ നാരായണ സ്തുതിയും നാരായണ കീർത്തനങ്ങളും പാടി വന്നവരാണ്. നാരായണ ഗുരുവിൻ്റെ നവോത്ഥാന പാതയിലൂടെ വന്നവരാണ് നമ്മൾ. നമുക്ക് നാരായണ ഗുരു തെളിയിച്ച ഇടതുപാത മാത്രമേ നമുക്കറിയാവുള്ളൂ, നവോത്ഥാന പാത മാത്രമേ നമുക്കറിയാവുള്ളൂ. അന്ധവിശ്വാസത്തിൻ്റെയും സംഘിപാത നമുക്കറിയില്ല, ശത്രുതയുടെ പാത നമുക്കറിയില്ല. എങ്കിലും നമ്മൾ അവർക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് അവർക്ക് നമ്മൾ വോട്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ വോട്ടിന് വിലയില്ലാതെയായി. ഇതാണ് ഞങ്ങൾ പറയുന്നത്. അവർക്കൊപ്പം നിന്നിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് വിലയില്ല. ഞങ്ങൾക്ക് വിലയുള്ളിടത്ത് നിൽക്കണം. ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF. തുഷാർ വെള്ളാപ്പള്ളി തൊഴുതു പറഞ്ഞു, UDFിലേക്ക് പോകരുത്. കാരണം എന്താണ്? അതൊരു മുങ്ങുന്ന കപ്പലാണ്. UDFിലേക്ക് പോയിട്ട് കാര്യമില്ല എന്ന് തുഷാർ വെള്ളാപ്പള്ളി പറയുന്ന സമയത്ത് പോലും ചില UDF നേതാക്കൾ തുഷാർ വെള്ളാപ്പള്ളിയെ അനുനയിപ്പിച്ച് എങ്ങനെയെങ്കിലും തങ്ങളുടെ ക്യാമ്പിലേക്ക് എത്തിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് രഹസ്യമായ വിവരം ലഭിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, മാണി കോൺഗ്രസ് UDF വിട്ടുപോയതിനു ശേഷം മധ്യ തിരുവിതാംകൂർ പ്രദേശത്ത് കോൺഗ്രസിന് ക്ഷീണമുണ്ട്, UDFിന് ക്ഷീണമുണ്ട്. അത് മറികടക്കണമെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളിയും BDJSും വരികയാണെങ്കിൽ വലിയ ഒരു ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ കോൺഗ്രസിന് ലഭിക്കും. ആ വോട്ട് കോൺഗ്രസിന് മേൽക്കൈ നൽകും. പ്രത്യേകിച്ച് ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ മേൽക്കൈ നേടാൻ സഹായിക്കും എന്ന് UDFിന് അറിയാം. അത് LDFിനും അറിയാം. LDF കരുതുന്നത് എന്താണ്? LDFിലേക്ക് എന്ത് വന്നാലും വെള്ളാപ്പള്ളി വരില്ല. വെള്ളാപ്പള്ളി എപ്പോഴും ഇങ്ങനെ പറയും, LDF ആണ് ഞങ്ങളെ സഹായിക്കുന്നതെന്നൊക്കെ പറയുമെങ്കിലും അവസാന നിമിഷം കാലുവാരും. വെള്ളാപ്പള്ളിയുടെ സ്വഭാവം ഞങ്ങൾക്കറിയാം. അവസാന നിമിഷം ഇതിനെ കൊണ്ട് സംഘപരിവാർ ആലയിലേക്ക് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ LDFിലേക്ക് വന്നില്ലെങ്കിൽ വരണ്ട. പക്ഷേ ഇവർ UDFിലേക്ക് പോകാതെ നോക്കണമെന്നാണ് LDFിൻ്റെ ചിന്ത. അത് കോട്ടയം സമ്മേളനത്തിലും അവർ പറയുന്നുണ്ട്. UDFിലേക്ക് ഞങ്ങൾ പോകുന്നില്ല, ശരി, പക്ഷേ ഞങ്ങളെ സംഘപരിവാർ അജണ്ടയിൽ കൊണ്ട് കെട്ടിയിടാൻ ശ്രമിക്കരുത്. സംഘപരിവാറിന് അങ്ങോട്ടേക്ക് ഞങ്ങളില്ല, ആ പരിപാടിക്ക് ഞങ്ങളില്ല, NDAയിലേക്ക് ഞങ്ങളില്ല എന്ന് കട്ടായം പറഞ്ഞ് നിൽക്കുകയാണ്. ഒടുവിൽ എങ്ങനെയൊക്കെയോ തുഷാർ വെള്ളാപ്പള്ളി ഒരു വാർത്താ സമ്മേളനം വിളിച്ചു. എന്നിട്ട് വാർത്താ സമ്മേളനം വിയർത്ത് ഒരു 50,000 തവണ പറഞ്ഞു കാണും, ഞങ്ങൾ മുന്നണി വിടുന്നില്ല, NDA വിടുന്നില്ല എന്ന് പറഞ്ഞു കാണും. അത് പറയുമ്പോൾ തന്നെ അറിയാം NDA വിടണമെന്ന് ആ യോഗത്തിൽ പല നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇലക്ഷനൊക്കെ അടുത്ത് വരികയല്ലേ. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും എടുക്കുന്ന നിലപാട് എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണാം. BDJSലെ പൊട്ടിത്തെറി കേരള രാഷ്ട്രീയത്തിൽ അതിവലിയ ചലനമൊന്നും ഉണ്ടാക്കുക ഇല്ല എന്ന് നമുക്ക് ഇപ്പോൾ തോന്നാമെങ്കിലും ഈഴവ സമുദായത്തിൻ്റെ വോട്ട് ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ഒരുപോലെ ആവശ്യമുള്ള തെരഞ്ഞെടുപ്പുകളാണ് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും.